അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പൊറോട്ട അതേപോലെ ചപ്പാത്തി ഇതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനായിട്ട് പോകുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാനിലോട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് കാശ്മീരി ചില്ലിയാണ്, ഡ്രൈ ചില്ലി, ഇതൊന്ന് വറുത്തെടുക്കുക. അതിനുശേഷം ഇതിലോട്ട് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്, അതും ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുക. പിന്നെ നമ്മൾ സവോളയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സവോളയ്ക്ക് പകരം ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ചുവന്നുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സവോള എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് വറുത്ത് എടുക്കുക. പിന്നെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ്. അപ്പോൾ അതും ഇതേപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു തക്കാളി രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഇതിനകത്തോട്ട് ഇട്ടിട്ട് തിരിച്ച് മറിച്ചും ഇട്ട് രണ്ട് സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് കരിഞ്ഞൊന്നും പോകരുത്. എന്നിട്ട് അതിൻ്റെ തൊലി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആ സ്കിന്നുണ്ടല്ലോ, ഔട്ടർ സ്കിന്നൊന്ന് ഇളക്കിയെടുത്ത് മാറ്റി വെക്കുക. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ തക്കാളി ഒഴിച്ച് ബാക്കി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം തക്കാളി ഇതിനകത്തോട്ട് ഇട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി, ഉടച്ചെടുത്താൽ മതി. ഇനി നമുക്ക് സവോള, പെരിഞ്ചീരകം, പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം ഒരു പാനിലോട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് കടുക് ഒന്ന് വറുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചിരുന്ന ആ കൂട്ടുണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് ലേശം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതേപോലെ ഗരം മസാല ഇത്രയും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്നും കൂടെ ഇളക്കി പച്ചമണം മാറുമ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് ചിക്കൻ വേവുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ചിക്കനെല്ലാം നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന മസാലക്കൂട്ടുണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഈ മസാലക്കൂട്ടും ഈ ചിക്കനും കൂടെ നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് ഒന്ന് പറ്റിച്ചെടുക്കുക. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാ ദിവസവും ഒരേപോലെ ചിക്കൻ കറി കഴിച്ച് മടുത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്.